ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഔദ്യോഗികതയുടെ പേരിലല്ല, പ്രത്യേകമായിട്ട് വളരെ കൃത്യം 8 മണിക്ക് മുമ്പ് സ്വാഗതം ചെയ്യേണ്ടതായി സന്തോഷമുണ്ട്. എല്ലാവർക്കും കൃത്യമായ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് ആരംഭിക്കാം. അതിനിട്ട് നമ്മുടെ കോട്ടയം ജില്ലാ NGO കോൺഫെഡറേഷൻ്റെ രക്ഷാധികാരി ബഹുമാനപ്പെട്ട സിസ്റ്റർ ട്രേസി അമ്മ നമ്മളോട് സംസാരിക്കുകയും നമ്മുടെ വിവിധങ്ങളായ സ്പോർട്സ്മാൻ സാറുണ്ട്. എല്ലാവരും നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. എല്ലാവരെയും ഒറ്റ വാക്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്ററിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ NGO കോൺഫെഡറേഷൻ്റെ പ്രസിഡന്റ് ശ്രീ മാത്യു സാർ, സിസ്റ്റർ ക്രിസ്റ്റി, പോൾസൺ കൊട്ടാരത്തിൽ, JC മാടപ്പാട്ട്, ഷാജി മാടപ്പാട്ട്, മറ്റ് കോൺഗ്രിഗേഷനിൽ നിന്ന് എത്തിയിരിക്കുന്ന സിസ്റ്റർമാർ, മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ, പ്രതിനിധികളെ, പ്രിയപ്പെട്ട അശ്വന കുടുംബാംഗങ്ങളെ, എല്ലാ സഹൃദയരായ നാട്ടുകാരെ, കുട്ടികളെ, എല്ലാവർക്കും കുളത്തൂർ മൊഴിയുടെ ഈ പിരിമാറിൽ നിന്നുകൊണ്ട് നല്ലൊരു സുപ്രഭാതം നേരുന്നു. എല്ലാവർക്കും NGO കോൺഫെഡറേഷൻ ദേശീയ ചെയർമാൻ ശ്രീ KN ആനന്ദകുമാർ നയിക്കുന്ന നദീയാത്രയുടെ ഭാഗമായിട്ടാണ്. അതിനൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട്. കോട്ടയം ജില്ലയിലൂടെ കടന്നു പോകുന്ന മണിമലയാറിനെ അതിൻ്റെ തുടക്ക പ്രദേശത്ത് കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന ഈ കുളത്തൂർ മൊഴിയുടെ ഭാഗത്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അവളെ സ്വീകരിക്കുകയാണ്. ആ നദിയുടെ ഒഴുക്കിനെ പ്രശാന്തമാക്കി മാറ്റുവാൻ, ആ നദിയുടെ തടങ്ങളെ കൂടുതൽ ഹരിതാഭമാക്കി മാറ്റുവാൻ, ജീവന്റെ രക്തം എന്ന ഭൂമിയുടെ ജീവരക്തമായി ഒഴുകുന്ന നദിയെ നമ്മൾ സംരക്ഷിക്കേണ്ടവരാണ് എന്ന ബോധ്യം നമ്മളിലും നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള സമൂഹത്തിലും ജനതകളിലും എല്ലാം ഉൾച്ചേർക്കുവാനായി നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത്തരമൊരു ആശയം നമ്മുടെ സമൂഹത്തിലേക്ക് തന്ന ആനന്ദകുമാർ സാറിനെ നമ്മൾ പ്രത്യേകമായി ഈ സമയത്ത് ഓർമ്മിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുൻപിൽ നമ്മുടെ നമോഭാഗങ്ങൾ നമ്മൾ അർപ്പിക്കുകയാണ്. കൂടാതെ ഏവർക്കും അറിയാം, ജലം സംരക്ഷിക്കണം. നദികൾ ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മുടെ പുഴകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാടിന് ഈ ഹരിതാഭ എന്നുമെന്നും നിലനിർത്തിക്കൊണ്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേരിന് അർഹയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വരുന്ന വടക്കേ ഇന്ത്യൻ ജനതകൾ കേരളത്തിലേക്ക് ട്രെയിനുകളും മറ്റും കയറി കഴിയുമ്പോഴേ അവർ ഒരുമാതിരി പരദീസയിലെത്തി എന്ന് വിചാരിച്ചുകൊണ്ട് തുള്ളിച്ചാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു പരദീസയായി ഈ കേരളം നിലകൊള്ളുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജീവസുറ്റ നദികളും ഹരിതാഭം നിറഞ്ഞ കുന്നും മലകളുമൊക്കെയാണ് ചെയ്യുന്നു. കാരണം നമ്മളെ ഇപ്പോൾ കടന്നു പോയ വേനൽ നമ്മളെ എല്ലാവരെയും അല്പം ഭയാശങ്കകളിലേക്ക് കടത്തി വിട്ടിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. എല്ലായിടത്തും തന്നെ വെള്ളം വറ്റുകയുണ്ടായി, കിണറുകൾ വറ്റുകയുണ്ടായി, ലോറിയിൽ വെള്ളമടിക്കേണ്ട ആവശ്യമുണ്ടായി, വെള്ളം കിട്ടാതെ വന്ന ദിവസങ്ങളുണ്ടായി. ഇതൊക്കെ ഇനിയും ഇവിടെ തുടരാൻ അനുവദിക്കാത്ത രീതിയിൽ നമ്മുടെ പുഴകൾക്ക് ജീവൻ കൊടുക്കുവാൻ നമുക്ക് ഒന്നുചേരാം. ഒരുപാട് കർത്തവ്യങ്ങളാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. പുഴകളെ നശിപ്പിക്കുന്ന ഒരുപാട് നശീകരണ പ്രവണതകൾ നമ്മുടെ ജനങ്ങളിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. പണവും സമ്പത്തും മാത്രം മുതലാക്കുവാൻ വേണ്ടി നിർമ്മാർജ്ജനം ചെയ്യാനുണ്ടോ അതിനെ മുഴുവനും തള്ളിയിടാനുള്ള ഒരു സിരകളാക്കി പുഴകളെ മാറ്റുന്ന മനുഷ്യ മനസ്സിനോട്, മനുഷ്യ സ്വഭാവത്തോട് വെല്ലുവിളിക്കുന്ന ഒരു ദിനമായിരിക്കണമെന്ന് നമ്മുടേത്. പുഴകൾ സംരക്ഷിക്കാം, നദികൾ സംരക്ഷിക്കാം, ജലം ശുദ്ധമായി കൈകാര്യം ചെയ്യുവാനും ശുദ്ധജലം കുടിക്കുവാനുള്ള നമ്മുടെ അവകാശം നമുക്ക് നിലനിർത്താം.
നേടിയെടുക്കാം. അത് നേടിയെടുക്കുവാൻ വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം. അതിനുവേണ്ടി ഒത്തുചേർന്നിരിക്കുന്ന നമ്മളുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ടും ഇത് നിങ്ങളുടെ ഇന്ന് നിങ്ങൾ എടുക്കുന്ന പ്രതിജ്ഞ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായി ശ്രമിക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ യോഗത്തിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ചും നമ്മുടെ മാത്യു സാറിൻ്റെ നേതൃത്വത്തിൽ, നമ്മുടെ സെക്രട്ടറി സിസ്റ്റർ ക്രിസ്റ്റിയുടെ നേതൃത്വത്തിൽ, നമ്മളുടെ ജോയിൻറ്റ് സെക്രട്ടറി പോൾസൻ്റെയൊക്കെ നേതൃത്വത്തിൽ, മറ്റ് സിസ്റ്റേഴ്സിൻ്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന അർച്ചന വിമൻ സെൻ്ററുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ നദീ സംരക്ഷണ യാത്ര വിജയകരമായി സമാപിക്കുവാൻ ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട സിസ്റ്ററിൻ്റെ വാക്കുകൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മൾ വിളംബര ഗാനം അർച്ചന വിമൻ സെൻ്ററിൻ്റെ കരുത്ത് തെളിയിക്കുന്ന കോട്ടയം ജില്ലയിൽ ഏറ്റവും ശക്തമായ രീതിയിൽ വിമൻ ശാക്തീകരണ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ട് അതിന് പക്വമായി നേതൃത്വം നൽകിക്കൊണ്ട് സ്ത്രീകൾ അബലകളല്ല, ചബലകളല്ല, നാടിൻ്റെ എല്ലാ മേഖലകളിലും കൈവയ്ക്കാൻ സാധിക്കുന്നവരാണ് എന്ന് ഉറച്ച ബോധ്യത്തോടുകൂടി ശക്തി തെളിയിച്ച തങ്ങളുടെ കൈക്കരത്തിൽ ഒരു വീടിന് തറക്കല്ലിടുക, അവിടെ നിന്ന് അതിനെ പടുതുയർത്തുക, അതിന് എല്ലാ പണികളും തങ്ങളുടേതായിട്ടുള്ള കൈകൾ കൊണ്ട് മാത്രം നിർവഹിച്ച് 2-3 നിലയിൽ ഒരു കെട്ടിടം പടുതുയർത്തി അതൊരു സ്ഥാപനത്തിൻ്റെ ഓഫീസാക്കി മാറ്റുവാനായിട്ട് സ്ത്രീ ശാക്തീകരണത്തിന് സാധിക്കുമെന്ന് കരുത്തു തെളിയിച്ച അർച്ചന വിമൻ സെൻ്ററിൻ്റെ ആളുകൾ ഇപ്പോൾ ഈ വിളംബര ഗാനം ആലപിക്കുന്നു. വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? തണലു കിട്ടാൻ തപസിലാണിന്നിവിടെ എല്ലാ മലകളും, ദാഹനീരിനു നാവു നീട്ടി വരണ്ട പുഴകൾ സർവ്വതും. എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ പറയുന്ന സ്ലോഗൻ എല്ലാവരും ഏറ്റു ചെല്ലണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ജലം ജീവനാണ്, ഓരോ തുള്ളിയും സംരക്ഷിക്കുക. നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ നദീ സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. NGO കോൺഫെഡറേഷൻ്റെ കോട്ടയം ജില്ലാ ഗ്രൂപ്പിൻ്റെ ജില്ലാ ഘടകത്തിൻ്റെ ചെയർമാനായിട്ട് അല്ലെങ്കിൽ രക്ഷാധികാരിയായിട്ടാണ് ഞാൻ ത്രശ്യാമ മാത്യു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അർച്ചന വിമൻ സെൻ്റർ ഒരു പ്രധാനപ്പെട്ട ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയാണ് ഈ NGO കോൺഫെഡറേഷൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ. NGOയുടെ ഞങ്ങളുടെ അർച്ചനയുടെ കീഴിൽ ഏകദേശം 5000-ലേറെ സ്ത്രീകൾ പല സംഘങ്ങളിലായിട്ട് ഞങ്ങൾ യോജിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇപ്പം കടന്നു പോകുന്നു. മുഖ്യമായിട്ടും ഭാരതത്തിലെ സ്ത്രീകൾ, കേരളത്തിലെ സ്ത്രീകൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്ന് നേതൃത്വം എടുക്കുന്ന, അവകാശങ്ങൾ നേടിയെടുക്കുന്ന, ചുമതലകൾ വഹിക്കുന്ന ഒരു വിഭാഗമായി മാറണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അർച്ചനയുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ സ്ത്രീകൾക്ക്
സ്വാതന്ത്ര്യത്തോടു കൂടി അതുപോലെ തന്നെ അവരുടെ മുഴുവൻ കഴിവുകളും വികസിപ്പിച്ചെടുത്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന് ഒരു മുതൽക്കൂട്ടായി ഓരോ സ്ത്രീയും മാറണം എന്ന ലക്ഷ്യത്തോടുകൂടി ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ നദീതട സംരക്ഷണം എന്ന് പറയുന്നത് ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു സംഗതിയാണ്. നമ്മുടെ കേരളം വറ്റി വരണ്ട് രാജസ്ഥാനൊക്കെ പോലെ ഒരു ഊഷരഭൂമിയായി മാറാതിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ട സമയമാണിത്, ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കോൺഗ്രസിന്റെ നാഷണൽ ചെയർമാൻ ആഹ്വാനം ചെയ്തിരിക്കുന്ന നദീ സംരക്ഷണ യാത്രയിൽ അർച്ചന വിമൻ സെന്റർ ഏറെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് പോൾസൺ. ഞാൻ അർച്ചന വിമൻ സെൻ്ററിൽ പ്രോജക്റ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം നാഷണൽ എൻ ജി ഒ കോൺഫറേഷൻ്റെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. നദീ സംരക്ഷണ യാത്ര നാഷണൽ എൻ ജി ഒ കോൺഫറേഷൻ്റെ ദേശീയ ചെയർമാൻ കെ എൻ ആനന്ദകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ 44 നദീതീരങ്ങളിലൂടെ ഓഗസ്റ്റ് മാസത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിയാണ്. നദികളെ സംരക്ഷിക്കുക, ആളുകളിൽ കൂടുതൽ ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കോട്ടയം ജില്ലയുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ഈ പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുക. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നദീ സംരക്ഷണ സെമിനാറും അതോടൊപ്പം തന്നെ നദീ സംരക്ഷണ ഗാനങ്ങളും അതോടൊപ്പം തന്നെ ഈ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നദിയുടെ തീരങ്ങളിൽ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം കേരളത്തിൽ കോട്ടയം ജില്ലയിലേക്ക് ഈ നദീ സംരക്ഷണ യാത്ര കടന്നു വരുമ്പോഴത്തേക്ക് മണിമലയാറും അതോടൊപ്പം തന്നെ മീനച്ചിലാറിൻ്റെയും തീരങ്ങളിലാണ് കോട്ടയം ജില്ലയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ക്രമീകരിക്കുക. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നത്. വേറെ എവിടെയൊക്കെ കോട്ടയം ജില്ലയിൽ പാലാ മീനച്ചിലാറിൻ്റെ ഭാഗത്ത് അത് ഓഗസ്റ്റിലാണ്. അതോടൊപ്പം തന്നെ മണിമലയാറിൻ്റെ തീരത്തും ഓഗസ്റ്റിൽ പരിപാടി നടത്തുന്നു. ഈ കേരളത്തിലെ 44 നദികളിൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡി, ഫ്ലഡ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡി അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത് നമുക്ക് ഇതിന് നേതൃത്വം കൊടുക്കാനായിട്ട് നാഷണൽ എൻ ജി ഒ കോൺഫറൻസിൻ്റെ ദേശീയ ചെയർമാനും അതോടൊപ്പം തന്നെ ദേശീയ കോർഡിനേറ്ററും ആയിട്ടുള്ള കൃഷ്ണൻ സാറുണ്ട്. അതോടൊപ്പം സുഭാഷ് ചന്ദ്രബോസ് സാർ എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകരും ഈ വാട്ടർ അതോറിറ്റിയുടെ മുൻ ഡയറക്ടർ സാറുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് എല്ലാ സ്ഥലങ്ങളിലൂടെയും പരിപാടി നടക്കുക. ഓരോ നദിയുടെയും കാര്യം അവിടുത്തെ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു അവബോധം വളർത്തുക എന്നുള്ളതാണ്. നദീ സംരക്ഷണത്തിൻ്റെ അവബോധം വളർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ നദിയിൽ മണലിങ്ങനെ തിട്ടയായിട്ട് ഇരിക്കുന്നുണ്ട്, ഇവിടെയാണെങ്കിലും കാണാം. അത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ന്യൂസിനകത്ത് തന്നെ കോടിക്കണക്കിന് പൈസയുടെ 1000 കോടി രൂപയുടെ മണലാണ് കിടക്കുന്നത്. അതങ്ങനെ ഇരിക്കുന്നതാണോ നല്ലത് എടുത്ത് മാറ്റുന്നതാണ് തീർച്ചയായിട്ടും നല്ല. നല്ല ജലമൊഴുകുക, അല്ലെങ്കിൽ വഴിയിലൂടെ കയറി ഒഴുകാൻ സാധിക്കും. വഴിയിലൂടെ എല്ലാ ആളുകൾ താമസിക്കുന്ന വാസസ്ഥലങ്ങളിലൂടെ കയറി ഒഴുകാനായിട്ടും ഫ്ലഡ് ഇവിടെ തന്നെ നോക്കിയോളൂ. ഈ പാലത്തിൻ്റെ മേളിൽ കൂടെയാണ് ഫ്ലഡിൻ്റെ സമയത്ത് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് 2012 പണിത പാലമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പാലത്തിൽ ഇപ്പോൾ ബലക്ഷയമാണ്. ഇപ്പോൾ 6 പേരല്ലെങ്കിൽ 8 പേരിൽ കൂടുതൽ ഈ പാലത്തിൽ കൂടെ എത്താൻ പാടില്ല. ഇതും കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റായിട്ട് നടത്തിയിരിക്കുന്നു. പക്ഷേ കൂടുതലും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്ന മണൽ എടുക്കരുതെന്നാണ്. അതിൻ്റെ കാരണം എന്താ? അത് മണൽ മാഫിയ വളരുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. പക്ഷെ അതും നമുക്ക് ദൂഷ്യം ചെയ്യുന്നുണ്ട്. മണലിൽ ഈ നദിയിൽ ഒഴുകാനായിട്ടുള്ള അവസ്ഥ നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ വെള്ളം ഇതിലേക്കൂടെ ഒഴുകും. അതുകൊണ്ടാണ് ചൂടാകുന്നത്. സാറ് മാത്രമേ പറഞ്ഞുള്ളൂ. പലരും ഇത് ഇടയ്ക്ക് തൊടരുത്, ഇതുണ്ടെങ്കിലേ മണലുണ്ടെങ്കിലേ ജലം നദി ഉള്ളെന്നാണ് പൊതുവെ എല്ലാവരും ധരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 4-5 വർഷമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ ഒരു നിയമവ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ രീതിയിലെല്ലാം കൈകാര്യം ചെയ്താൽ എല്ലാം ഭംഗിയായിട്ട് പോകും. കാരണം ഈ മണലെടുത്തിരുന്നുണ്ടെങ്കിൽ നദി ഈ മലകളെല്ലാം ഇല്ലെന്നോ, ഈ മലകളെല്ലാം പൊടിച്ച് മണലായിക്കൊണ്ടിരിക്കുക. മണലില്ലെങ്കിൽ പിന്നെ മലയില്ലെങ്കിൽ പുഴയില്ല. അതാർക്കും അറിയില്ല. യഥാർത്ഥത്തിൽ നല്ല താഴ്ത്തി വെള്ളം ഒഴുകാവുന്ന പോലെ ആക്കേണ്ടതാണ്. 1245484. സാർ താമസിക്കുന്നത് കുറവലങ്ങാട്. പോൾസൺ കുറവലങ്ങാട്. നമ്പർ കിട്ടി.
മലിനമാക്കുന്ന ഈ കാലത്ത് NGO കോൺഫറൻസിന്റെ ആഭിമുഖ്യത്തില് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതില് എനിക്ക് അതിയായ അഭിമാനമുണ്ട്. ഇതിന്റെ എല്ലാ ഭാരവാഹികൾക്കും അതിനുള്ള അഭിനന്ദനങ്ങള് ഞാൻ ഈ സമയത്ത് അർപ്പിക്കുകയാണ്. പിന്നെ ഇതിന്റെ തുടക്കം കുറിച്ചത് കുളത്തൂർമൊഴിയിൽ നിന്നാണെങ്കിലും ഈ പരിപാടി കാര്യങ്ങൾ നടത്തിയത് ആനിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ എന്റെ വാർഡിൽ വെച്ച് ആണെന്നുള്ളതിൽ എനിക്ക് അതിലെ സന്തോഷവും വളരെ അഭിമാനവുമുള്ള ഒരു നിമിഷമാണ്. അത് ഞാൻ വന്നപ്പോൾ കുറച്ചുപേരോട് ഞാൻ കുറച്ച് നിമിഷമായിട്ടൊക്കെ പെരുമാറി. കാര്യം ഈ ഒരു ജലം അമൂല്യമാണെന്ന് പറഞ്ഞാലും ആണെന്ന് പറഞ്ഞാലും ജലമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാലും നമുക്കൊക്കെ അറിയാം 2018 വെള്ളപ്പൊക്കം എത്രത്തോളം ആൾക്കാർക്ക് ജീവിതം ഇല്ലാതാക്കിയെന്ന് ഇല്ലേ. അതുപോലെ തന്നെ ഈ ജലം ഈ ഒരു വേലപ്പുഴക്കടവ് എന്ന ഈ സ്ഥലം ഇവിടെ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ച ഒരു സ്ഥലമാണ്. അതുകൊണ്ടായിരിക്കാം ഞാൻ നമ്മളോട് അത് നേരിൽ കണ്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ദുരന്തം നമ്മള് നേരിട്ട് അനുഭവിച്ച് അറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ നിങ്ങളോട് ആദ്യം കുറച്ചൊരു പൗരുഷമായി സംസാരിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉദ്ദേശം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. കാര്യം എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയിട്ടാണ്. കാര്യം ഇവിടെ ഒരു ചെറിയ അപകടം ഉണ്ടായാൽ നമുക്ക് ഇവിടെ ഉള്ള നമ്മുടെ ഈ സന്തോഷം മൊത്തം പോകും ഇല്ലയോ. നമുക്ക് പിന്നെ ഒരു സന്തോഷത്തോടെ ഇല്ല ഇത് എല്ലാ ജില്ലകളിലും ഇതിന്റെ ഒരു ബോധവൽക്കരണം നടത്തുകയാണെന്ന് വളരെ നല്ലൊരു ഉദ്യമമാണ്. അത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ പര്യവസാനിക്കാൻ ജഗദീശൻ അനുഗ്രഹിക്കട്ടെ. എല്ലാം വളരെ നന്നായിട്ട് നടക്കട്ടെ. ജലം ഇവിടെ കൊച്ചു കുട്ടികളുണ്ട്, അവരും ഈ ജലത്തിന്റെ മൂല്യം അങ്ങനെ ജീവിക്കട്ടെ. നമുക്ക് മഴ പെയ്യുന്ന സന്തോഷമാണ്. നമ്മള് മഴ പെയ്യാനായിട്ട് നമ്മള് എന്തെല്ലാം കാര്യങ്ങൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം അതൊക്കെ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മളൊരു പരിസ്ഥിതി ദിനത്തിൽ മാത്രം നടത്തേണ്ട ഒരു കാര്യമല്ല. നമുക്ക് പറ്റുന്നിടത്തോളം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓരോ പിറന്നാളിലും നമുക്ക് ഓരോ മരം നമ്മളുടെ വീട്ടുവളപ്പിൽ വെച്ച് പിടിപ്പിക്കുക. നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ച് നമ്മുടെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകള് അങ്ങനെയുള്ളിടത്തൊക്കെ നമുക്ക് ഓരോ തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റും. അതിനെ എല്ലാവരും കൂട്ടായിട്ട് ഒരു പരിശ്രമവും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും സഹോദരികൾക്കും ഒക്കെ ഇങ്ങനെയുള്ള ഒരു പഠന ക്യാമ്പ് അത് വളരെ വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ ഭാരവാഹികൾക്ക് എല്ലാ അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ ക്വിസ് കോമ്പറ്റീഷൻ ഇവിടെ നടത്തുന്നത് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചിരിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം. ആൻസർ 10 പേര് കൈ പൊക്കിയാലോ. ആൻസർ ഇവിടുന്ന് ഓരോ ഫ്രണ്ടിൽ നിന്നായിരിക്കും പറഞ്ഞു വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബാക്കിൽ നിന്ന് ഇങ്ങോട്ടും പോരും. പറഞ്ഞ് മനസ്സിലായോ? അങ്ങനെ 20 ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? പറഞ്ഞത് മനസ്സിലായോ? ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ അറിയാവുന്നവർ മാത്രമേ കൈ പൊക്കാവുള്ളൂ. ഇങ്ങോട്ട് തരണം കേട്ടോ, വിളിച്ചു തരണം. ആൻസർ കറക്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മൾ പ്രധാനമായിട്ടും പുഴയും നദിയും നദീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? അറിയാവുന്നവർ മാത്രം ഏറ്റവും ചെയ്യുക. ഒരാളല്ലേ ഉള്ളൂ? അറിയാവുന്നവർ മാത്രം ഏറ്റു നിൽക്കുക. എത്ര പേരുണ്ട്? ഓക്കെ, ഇവിടുത്തെ ഫ്രണ്ടിൽ തുടങ്ങുകയാണ്. കറക്റ്റ് ആൻസർ ആണ്. കൈയടിക്കുക. പേര് കൊടുക്കുക. ആകെ എത്ര നദികളുണ്ട്? ആദ്യം ഏതൊരാളെ വന്ന് പറയുക. 44 എന്നാണ് പറഞ്ഞത്. കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തില് മലിനീകരണം ഏറ്റവും കൂടിയ പുഴ ഏതാണ്? കേരളത്തില് മലിനീകരണം ഏറ്റവും കൂടിയ പുഴ. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ട് പോവാണ്. ഇതിപ്പോ മൂന്നാമത്തെ അല്ലേ ക്വസ്റ്റ്യൻ എണ്ണിയിരുന്നേ. ചാലിയാർ പുഴ. ചാലിയാർ
ആത്മീയ കേന്ദ്രം പരിസ്ഥിതി ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മള് ആരോഗ്യത്തിന്റെ മേഖലയിലാണ് നമ്മൾ വന്നതിന് കാരണം ഞങ്ങളുടെ ആരോഗ്യ മേഖലയിലുള്ള ചികിത്സകൾ പ്രധാനമായിട്ട് പരിസ്ഥിതി അനുപാതികളിൽ അതുപോലെ തന്നെ മദ്യമാക്കി വരുന്ന ആസക്തി ആളുകളുടെ അവിടെ എല്ലാം ചെല്ലുമ്പോൾ ഏത് പരിസ്ഥിതി ബന്ധമായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ആരോഗ്യ സംസാരിച്ചായിരുന്നു ആരോഗ്യ മേഖലയിലെ ഒത്തിരിയധികം പ്രശ്നങ്ങളും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇങ്ങനെ അവർക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും അതുകൊണ്ട് അവിടെ തുടങ്ങിയതാണ്. അവിടെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കുടിവെള്ളം എങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെ വന്നിട്ടാണ് അതിന്റെ അടുത്തത് നമ്മള് മഴവെള്ള സംഭരണി ഉണ്ടാക്കി മഴവെള്ള സംഭരണിയിൽ നിന്ന് മാറി അവർക്ക് എങ്ങനെ വീടുകളിൽ പരിസ്ഥിതിമായിട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളത് ഇപ്പൊ നമ്മള് ഈ വീടുകളിൽ തട്ടി ചെയ്ത നൽകണം. ഇങ്ങനെല്ലാം സഹായിക്കും. ഇങ്ങനെയുള്ള സെക്രട്ടറി ഫോൺ നമ്പർ 9895869762. ഇതില് നിർബന്ധമായിട്ടും നമ്മുടെ മെമ്പേഴ്സ് ആയിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന പേരിലുള്ള ഗ്രൂപ്പുകളുടെ ഫോർമേഷൻ ഉണ്ട്. 15 മുതൽ 20 വരെ അംഗങ്ങളുള്ള സംഘങ്ങളാണ്. ഇത് രണ്ടുമല്ല, കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പ് പ്രവർത്തന നിങ്ങളുടെ സ്വന്തം ഗ്രൂപ്പുകളാണ്. SHGയുടെ നിയമാവലി അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവർക്കെല്ലാം ഇതിലെ അംഗങ്ങളായിരിക്കുന്ന എല്ലാവർക്കും സ്വന്തമായിട്ട് സംരംഭങ്ങൾ തുടങ്ങി അവർ സാമ്പത്തിക സ്വാതന്ത്ര്യം ആദ്യം നേടണം. എങ്കിൽ മാത്രമേ അവർക്ക് മറ്റ് സ്വാതന്ത്ര്യങ്ങൾ നേടാൻ സാധിക്കൂ എന്ന ബോധ്യത്തിൽ നിന്നും അതിനാവശ്യമായ പരിശീലനങ്ങൾ കൊടുത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിലുകളിലേക്ക് അവരെ ഇറക്കിക്കൊണ്ട് മിക്കവാറും ഒരു 10,000-ത്തിലേറെ സംരംഭങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഫ്യൂച്ചർ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ സ്ത്രീകളുടെ ഈ ക്ലസ്റ്ററുകൾ ഫോം ചെയ്യുക എന്നുള്ളതാണ്. വിവിധ തൊഴിൽ മേഖലകളിൽ നിൽക്കുന്ന ഇപ്പം തയ്യലിൻ്റെ മേഖലയിൽ 500-ഓളം പേരുണ്ട് ഞങ്ങളുടെ സംഘങ്ങളിൽ. അതല്ലെങ്കിൽ ഫുഡ് പ്രോഡക്റ്റ് പ്രോസസ്സിംഗ് മേഖലകളിൽ ഒരു 200-300-ഓളം പേരുണ്ടാവാം. അങ്ങനെ വിവിധ മേഖലകളിൽ ഉള്ള സംഘങ്ങളെ ഓരോരോ ക്ലസ്റ്ററുകളായിട്ട് രൂപീകരിച്ച് ആ ക്ലസ്റ്ററുകളിലൂടെ വിപണന സാധ്യതകൾ കൂടുതൽ ഉണ്ടാക്കത്തക്ക പ്രൊഡക്ഷനും വിപണനവും കൂട്ടിക്കൊണ്ട് ഇവരുടെ എല്ലാം സാമ്പത്തിക നിലവാരവും സാമൂഹ്യ നിലവാരവും അവരുടെ ആത്മീയ നിലവാരവും മെച്ചപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഇനിയുള്ള പ്രവർത്തനം. എല്ലാം ബ്രാൻഡ് നെയിം അർച്ചനാസ് ഫുഡ് പ്രോഡക്ട്സ് എല്ലാം ഉണ്ട്. അർച്ചനയുടെ തന്നെ മായമില്ലാത്ത ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട്, പലഹാരങ്ങളുണ്ട്, ഡ്രസ് ഐറ്റംസ് ഉണ്ട്, കുട്ടി ഉടുപ്പുകളും ഉണ്ട്. എല്ലാ വെറൈറ്റീസും. വിദേശത്ത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. വിദേശത്തേക്കൊന്നും നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴൊക്കെ ഉള്ളതെല്ലാം ലോക്കൽ സെയിലുകളിലാണ് കൂടുതലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ഒരു നാഷണൽ ലെവൽ സെയിലിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് NGO കോൺഫെഡറേഷനിലൂടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ടേ നമ്മൾ 2-3 തരം ട്രെയിനിങ് ഒരു സ്ത്രീയെ ഒരു പ്രാപ്തയാക്കണമെങ്കിൽ ആദ്യം തന്നെ അവരുടെ കുറേ ഇൻഹിബിഷൻസ് ഉണ്ട്. എന്നെക്കൊണ്ട് സാധിക്കുകയില്ല, എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട്, എനിക്ക് കഴിയില്ല, ആണുങ്ങളെ പോലെ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ഇൻഹിബിഷൻ അവരെ തന്നെ പിന്നാക്കം വലിക്കുന്ന ഒരുപാട് ചിന്തകൾ സ്ത്രീകളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അത് തകർത്ത് കളയാൻ തക്ക ഒരു സോഷ്യൽ ട്രെയിനിങ് എന്ന് പറയും. 3 to 5 days ട്രെയിനിങ് ഉണ്ടാകും. അപ്പോൾ ആ ട്രെയിനിങ്ങാണ് ആദ്യം കൊടുത്ത് അവർക്ക് വേറിട്ട് ചിന്തിക്കാനൊരു മനോഭാവം സ്ത്രീകളെ സൃഷ്ടിച്ചതിന് ശേഷമാണ് മറ്റ് സാങ്കേതിക ട്രെയിനിങ്ങുകളിലേക്ക് അവരെ കടത്തിയത്. ഉദാഹരണത്തിന് ഒരാൾ കാർപ്പൻട്രിയിലേക്ക് വരുന്നു, ആ മെഷീൻ പിടിക്കുമ്പോഴേ അവർക്കൊരു പേടിയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വെൽഡിങ്ങിൻ്റെ ട്രെയിനിങ് നടക്കുന്നുണ്ട്. അപ്പം വെൽഡിങ്ങിൻ്റെയൊക്കെ വർക്ക് എന്ന് പറഞ്ഞാൽ ഭീതിയോടുകൂടിയാണ് സ്ത്രീകളിൽ കാണുക. മറ്റാര് കണ്ടാൽ, അതായത് പുരുഷന്മാർ മാത്രം ചെയ്യുന്നു, അതിൻ്റെ സ്പാർക്കുകളൊക്കെ വരുമ്പോൾ എൻ്റെ കണ്ണിൽ തലച്ചു, എൻ്റെ കൈ പൊള്ളു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഭീതികൾ അവർക്കുണ്ടാകും. മൊബൈൽ മെക്കാനിക്സ്, സോളാർ നമ്മൾ നേരത്തെ ചെയ്തു, ഇപ്പോൾ നമ്മൾക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ ആ സമയത്ത് നമ്മൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോയി.
സാറിൻ്റെ ട്രെയിനിങ്ങുകളും ഉണ്ടായിരുന്നു. ട്രെയിനിങ്ങിന് ഫീസ് ഉണ്ടോ? അങ്ങനെ ചില ട്രെയിനിങ്ങുകൾക്ക് ഫീസ് ഉണ്ടാകും, ചില ട്രെയിനിങ്ങുകൾക്ക് ഫീസില്ല. എത്ര ഫീസൊക്കെ? ഫീസ് ഡിപ്പെൻഡിങ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് ട്രെയിനിങ്. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ആണെങ്കിൽ അതിനനുസരിച്ച് ഫീസ് വ്യത്യാസമുണ്ട്. മഴക്കാലം വരികയാണ്. പടയുടെ പരിശീലനം നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹയർ ട്രെയിനിങ് കൊടുക്കുകയാണ്. എത്ര പേര് ഇങ്ങനെ ട്രെയിനിങ്ങിന് പങ്കെടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടോ? ഒരു 30 പേര് വരെയൊക്കെ ആയിരിക്കും ഒരു ബാച്ച്. പക്ഷേ ഈ മെയ്സൺ, കാർപ്പൻ്റർ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ അതിനകത്തൊക്കെ നമ്മൾ 10 പേര് പങ്കെടുക്കുക. 10 പേരെ വെച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ള അറ്റൻഷൻ കൊടുത്ത് അവരെ കൊണ്ട് എല്ലാം ശ്രദ്ധാപൂർവ്വം ചെയ്യിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാ? വെബ്സൈറ്റ് വഴിയാണോ? വെബ്സൈറ്റിലുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി അറിയിക്കും, പഞ്ചായത്തുകൾ വഴി അറിയിക്കും, നമ്മുടെ തന്നെ ഗ്രൂപ്പുകൾ വഴി അറിയിക്കും. സന്ദേശം നൽകാനുണ്ടെങ്കിൽ സന്നദ്ധ സംഘടനകൾ സ്ത്രീകളെ ഒരു ഒബ്ജക്റ്റായിട്ട് കാണരുത്, അവരെ സബ്ജക്റ്റായിട്ട് തന്നെ കാണണം. കൂടത്തിൽ നിർത്തി ഒന്നിച്ച് വളർത്താൻ നമ്മൾ ശ്രമിക്കണം. അവർക്ക് എപ്പോഴും എന്നും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയല്ല നമുക്ക് വേണ്ടത്. അവരുടെ ഉള്ളിലെ കഴിവുകളെ തട്ടി ഉണർത്തിക്കൊണ്ട് യു ക്യാൻ എന്ന് അവരോട് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ പ്രാപ്തിയുള്ളവരാക്കി, തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയുള്ളവരാക്കി, ഓരോരോ പ്രസ്ഥാനങ്ങൾ അവരുടേതായിട്ട് നടത്താൻ പ്രാപ്തിയുള്ളവരാക്കി മാറ്റുന്ന ഒരു സമീപനമായിരിക്കണം NGOകൾ എടുക്കേണ്ടിയിരിക്കുന്നത്. 9447351806 ഏറ്റുമാനൂർ PO അർച്ചന വിമൻസ് സെന്റർ, ഏറ്റുമാനൂർ PO, പുന്നത്തുറ ജംഗ്ഷൻ. ഞാൻ ചങ്ങനാശ്ശേരി SB കോളേജിലെ ഒരു അധ്യാപകനായിരുന്നു. റിട്ടയർ JSB മാടപ്പ. ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ PRO ആയിരുന്നു. പിന്നെ അവിടെ ഉള്ള ഒരു മാഗസിൻ്റെ അതിരൂപത പിന്നെ മുഖപത്രത്തിൻ്റെ മാസികയുടെ എഡിറ്ററായിരുന്നു. അതിരൂപത പ്രവർത്തനങ്ങളിൽ പരിസ്ഥിതി സംബന്ധമായ പ്രവർത്തനങ്ങളിൽ കഴിയുന്നത്ര വ്യാപൃതനാകാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വിശേഷിച്ച് നമ്മുടെ നാട് ഒന്ന് ഒരു മാലിന്യ കൂമ്പാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. എല്ലാ തരത്തിലും നമ്മുടെ മിക്കവാറും എല്ലാ നദീ തീരങ്ങളിലും അതേപോലെ തന്നെ ടൂറിസ്റ്റ് സങ്കേതങ്ങളിലും ഒക്കെ ഗവൺമെന്റിന്റെ തീർച്ചയായും ഒരു മേൽനോട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഈ സ്ഥാനങ്ങളെ സംരക്ഷിക്കാനും അതേപോലെ തന്നെ സ്വച്ഛമായ രീതിയിൽ സുഗമമായ രീതിയിൽ നദികൾക്ക് ഒഴുകുവാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. കൃത്യമായി അതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയില്ല. പക്ഷേ ഈ മണിമലയാറുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ആ മണിമല പ്രദേശത്ത് വെള്ളപ്പൊക്കത്തിന്റെ ഫലമായിട്ട് വളരെയധികം ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വരുത്തിയതിൽ പാർപ്പിടങ്ങൾക്കും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾക്കും ഒക്കെ ഒത്തിരി ദുരന്തങ്ങളൊക്കെ വരുന്നതിന് കാരണമായിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായിട്ടുണ്ട്. കഴിഞ്ഞ ഫ്ലഡിന് ഇവിടെ കരകവിഞ്ഞ് ഒഴുകിയോ? കരകവിഞ്ഞ് ഒഴുകിയ 1970 രജിസ്റ്റർ ചെയ്ത ജവഹർലാൽ മെമ്മോറിയൽ സോഷ്യൽ വെൽഫെയർ ആൻഡ് പബ്ലിക് ഓപ്പറേഷൻസ് കമ്പനിയാണ്. അത് ഞങ്ങളുടെ എല്ലാമായ പേട്ടനായിട്ടിരുന്ന ജേക്കബ് സാറാണ് ആ പേരിൽ എല്ലാ അർത്ഥങ്ങളും സോഷ്യൽ വെൽഫെയർ. മേഘാലയ ഗവർണർ വേറെ ഓമനം വെച്ച് വെച്ചില്ല, മറ്റേ വേറൊരു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആനന്ദവല്ലി, CP ആനന്ദവല്ലി. ബുദ്ധിമുട്ടാണ്, കുഴപ്പമില്ല. സേവന മേഖലയിൽ വളരെ പേരുകേട്ട ഒരു സംഘടനയാണ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്? നമുക്ക് കാര്യമായിട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നടത്തുന്ന പ്രോജക്റ്റുകൾ സെൻട്രൽ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടി ഈ മദ്യം മയക്കുന്നതിനെതിരായിട്ടുള്ള ജവഹർ IRCI ഇന്റഗ്രേറ്റഡ് റിഹാബിലിറ്റേഷൻ സെന്റർ ഫോർ അഡിക്ട്സ് 5 പേരെ കിടത്തി ചികിത്സിക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. അതുകൂടാതെ ഫാമിലി കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു നിർത്തുന്ന അവിടെ 2 കൗൺസിലേഴ്സ് MSW കഴിഞ്ഞിട്ടുള്ള 2 കൗൺസിലേഴ്സ്
പിന്നെ സർവീസ് പ്രൊവൈഡിങ് സെന്റർ ആയിട്ട് നമ്മളെ അംഗീകരിച്ചിട്ടുണ്ട്. വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അവർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് അവർക്ക് കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡറൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന SPC എന്ന് അതിന് പറയും. അതിനൊരു അഡ്വക്കേറ്റിനെ നമുക്ക് കാണും. നഴ്സറി സ്കൂളുകൾ നടത്തുന്നുണ്ട്. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ നടത്തുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകമായിട്ടൊരു പ്രോജക്റ്റ് അഡോപ്റ്റഡ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തഴപ്പ കോമിറ്റിയിലാക്കിക്കൊണ്ട് ധാരാളം ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്ത് അവരുണ്ടാക്കുന്ന ഉൽപ്പാദനങ്ങൾ പല മേഖലയിലും അയക്കുന്ന എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയില്ല. അതിനുള്ള സംവിധാനങ്ങളും അതിനുള്ള വെബ്സൈറ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് തുടങ്ങുന്നു. വേറെ എന്തൊക്കെ പ്രൊഡക്റ്റ് അല്ലേ? തഴപ്പ കൊണ്ട് തന്നെ പല ബാഗ്, പെൻ സ്റ്റാൻഡ്, കയല്, അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ഒത്തിരി പ്രോഡക്റ്റുകൾ 100-150 ഐറ്റംസ് നമ്മൾ അത് എത്ര സ്ത്രീകൾക്ക് ജോലി നമ്മളിപ്പം റെഗുലറായിട്ട് ഒരു 200 പേര് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത് ഓർഡർ അനുസരിച്ച് കൂടുതൽ പേർക്ക് ഗവൺമെന്റിന്റെ തന്നെ അവർക്ക് ID കാർഡ് കൊടുത്തിട്ടുണ്ട്. 2500ഓളം പേർക്ക് ID കാർഡ് കൊടുത്ത് അവർക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള കരകൗശല വിദഗ്ധർ എന്നാണ് അവർ പറയുന്നത്. ഇതിനായിട്ട് അവരെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു. ഏതൊക്കെ പഞ്ചായത്തുകളിലാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ ഏരിയ എന്ന് പറയുന്ന കേരളം മുഴുവനും ഉണ്ട്. ഈ ക്ലസ്റ്റർ രൂപീകരിച്ചേക്കണത് തലയോലപ്പറമ്പ് പഞ്ചായത്തില് കോരിക്കൽ ഏരിയയിലാണ്. അവിടെ ഈ അവർക്കിരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു കോമൺ ഫെസിലിറ്റി സെന്റർ അവിടെ ഉണ്ട്. അപ്പൊ അവിടെയാണ് ഇവർ വന്നിരുന്ന് കളർ ചെയ്യാനും മറ്റ് മെഷീനറി ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നു. ബാക്കി പോരാത്തത് അവരവരുടെ വീടുകളിൽ ചെയ്യുന്നു. പ്രോജക്റ്റ് എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ അംഗീകാരത്തോടു കൂടി ഈ മൈഗ്രെയിൻസ് ആളുകൾക്ക് അവർക്ക് ബോധവൽക്കരണവും ഹെൽത്ത് ചെക്കപ്പും തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അത് ഈ മൈഗ്രെയിൻസ് കൂടുതലായിട്ടുള്ള നമ്മൾ കോട്ടയം ജില്ലയാണ്. മൈഗ്രെയിൻസ് കൂടുതലുള്ള ഏരിയയിൽ അവർക്ക് എയ്ഡ്സ് ഇടയ്ക്ക് 1-2 കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ മറ്റ് അസുഖങ്ങളൊക്കെ അവർക്കുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നു. ഡോക്ടേഴ്സ് നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ചാണ് നമ്മുടെ സ്റ്റാഫിന് അതിനുള്ള ആവശ്യത്തിനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എത്ര സ്റ്റാഫ് ഉണ്ട് അപ്പോൾ? വിവിധങ്ങളായിട്ടുള്ള പല പ്രോജക്റ്റുകളിലെല്ലാം അവരവരുടെ അഡീഷണൽ 15 പേരുണ്ട്. ഇവർക്ക് 9 പേരുണ്ട്. പിന്നെ വേറെ ആലപ്പുഴ കേന്ദ്രമാക്കിയിട്ട് സെക്സ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് എയ്ഡ്സിന്റെ ഒരു പ്രോജക്റ്റ് അവർക്ക് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ട് ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഫാമിലി ഞങ്ങൾ ഫ്യൂച്ചർ പ്രോജക്റ്റ് ഉദ്ദേശിക്കുന്ന ഒരു ഓൾഡ് ഏജ് ഹോം ഒക്കെ, പിന്നെ തലയോലപ്പറമ്പ് പഞ്ചായത്ത് സെലക്ട് ചെയ്തിട്ട് വയസ്സായ ആളുകൾക്ക്, കാരണം ഇപ്പം വയസ്സായ ആളുകളുടെ നമ്മളുടെ എല്ലാം വിചാരം അവർക്ക് അവരുടെ ഒന്നുമില്ല, ബുദ്ധിയെല്ലാം പോയി, അവരെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ലാത്തെന്നുള്ള ആ ഒരു രീതിയാണ്. പക്ഷെ അത് സയൻറ്റിഫിക്കായിട്ട് അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരെ സമൂഹത്തിലേക്ക് പ്രാപ്തരാക്കി കൊണ്ടുവരാൻ പറ്റുന്നുള്ള ഒരു നൂതന സമ്പ്രദായം ആലോചിച്ച് അത് നടപ്പിൽ വരുത്താനും പഞ്ചായത്ത് നമ്മളുമായിട്ട് സഹകരിച്ചിട്ട് നടത്താൻ പോകാനായിട്ട്, പിന്നെ ഒരു ഓൾഡ് ഏജ് ഹോം തുടങ്ങാനായിട്ട് അവരെ താമസിപ്പിക്കുന്ന വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വേറെ ഫണ്ടിന് വേണ്ടി ശ്രമിക്കുന്നേ ഉള്ളൂ, കിട്ടിയില്ല. ഒരു മൊബൈൽ ഹോസ്പിറ്റൽ. എത്ര വയസ്സായി? 85 വയസ്സായി. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. കോട്ടയം. പിന്നെ നമുക്ക് വേറെ ഇൻകം ജനറേറ്റിംഗ് ആയിട്ട് നമ്മൾ അപ്പോളോയുടെ സഹായത്തോടു കൂടി വാടൂർ കേന്ദ്രമാക്കിയിട്ട് അവിടെ മീൻ വളർത്തലുണ്ട്, കോഴി വളർത്തലുണ്ട്, തേനീച്ച തേൻ സംസ്കരണ യൂണിറ്റ് ഉണ്ട്. വിവിധങ്ങളായിട്ടുള്ള വാഴൂർ കേന്ദ്രമാക്കി അപ്പോളോ ടയേഴ്സ് CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട്. CSR ഫണ്ട് വേറെ ഒന്നിനും കിട്ടിയിട്ടില്ല. നമ്മൾ ശ്രമിക്കുന്നുണ്ട്, ഒന്നും കിട്ടിയിട്ടില്ല. സന്നദ്ധ സംഘടനകൾക്ക് നൽകാനുള്ള ഒരു സന്ദേശം പറയാമോ? സന്നദ്ധ സംഘടനകൾക്ക് പിന്നെ ഒത്തിരി കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യാനുണ്ട്. കാരണം ഗവൺമെൻറ് കൊണ്ടുവന്ന പരിപാടികൾ കൂടാതെ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ കണ്ടുപിടിച്ച് നമ്മുടെ മറ്റുള്ള ആ പ്രദേശങ്ങൾ ആരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാനുണ്ട്. നമ്മൾ പിന്നെ RCH പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മദർ NGO ആയിട്ട് ഇത് തന്നെയായിരുന്നു ലക്ഷ്യം. ഗവൺമെൻറ്റിൻ്റെ ഈ ആരോഗ്യ മേഖലയിൽ എത്തിപ്പെടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നോഡൽ ഏജൻസിയാണ്. അതിന് മദർ ടീം പറയണം. അപ്പം മദർ ഏജൻസിയുടെ കീഴിൽ 4 ഫീൽഡ് NGOs കാണും. ഒക്കെ പിന്നെ നമ്മൾ ഒരു പദ്ധതി നടത്തിയത് കുടിവെള്ളം
എന്തുവാ ജലനിധി എന്നും പറഞ്ഞിട്ട് എല്ലാ ജലനിധി നമ്മൾ ചെയ്ത്. പിന്നെ നമ്മൾ ആദ്യം കോഴിക്കോട് ഒരു പഞ്ചായത്തിൽ നമ്മൾ ജലനിധി ചെയ്തായിരുന്നു. പിന്നെ രണ്ടാമത് പൂഞ്ഞാർ തെക്കേക്കര. പിന്നെ ഇപ്പോഴത്തെ ജലജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് 6 പഞ്ചായത്ത് നമ്മളെ ഏറ്റെടുത്ത് അതിൻ്റെ എഞ്ചിനീയർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരു സംഘടനയാണിത്. നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്. ഇത്രയും വർഷങ്ങൾ ഈ ഫീൽഡിൽ നിൽക്കുക, ഒരുപാട് പേർക്ക് സർവീസ് ചെയ്യുക, നല്ല ഒരു പേരുള്ള ഒരു സംഘടനയാണ് കേട്ടിട്ട്. പക്ഷെ ഞങ്ങളുടെ ഒരു പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് ഇത്രയും ചെയ്താൽ പോരാ എന്നുള്ളതാണ്. കാരണം ഇത്രയും സമയം നമുക്ക് കിട്ടിയില്ല. ആ സമയത്തിനനുസരിച്ച് കുറേ കൂടെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇന്നത്തെ ഇതിൽ സന്നദ്ധ സംഘടനകൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കിട്ടുന്നില്ല. ഫണ്ട് മാത്രം നോക്കാതെ ലോക്കലായിട്ടുള്ള ആളുകളുടെ എല്ലാം സപ്പോർട്ടോടു കൂടിയൊക്കെ ചെയ്തപ്പോൾ CSR ഫണ്ട് ഇപ്പോൾ ഈ മേലക്കലയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ. FCRA ഫണ്ട് ഉണ്ടോ? FCRA ഫണ്ട് ഇല്ല. നോക്കുന്നില്ല. നോക്കിയിട്ട് ആദ്യകാലങ്ങളിൽ നോക്കിയിട്ട് കിട്ടിയില്ല. അതെന്താണെന്നറിയില്ല, കിട്ടിയില്ല. എന്നാലും വനിതകൾ നടത്തുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഇത് വളരെ സുത്യർഹമായ ഒരു സേവനമാണ്. തയ്യൽ മെഷീൻ്റെ 2-3 ഘട്ടം കഴിഞ്ഞു. അത് FCCയുടെ സ്വന്തം ഫണ്ടാണോ ഗവൺമെന്റ് ഫണ്ടാണോ? എത്ര വനിതകൾക്ക് ഞങ്ങൾ 63 പേർക്ക് തയ്യൽ മെഷീൻ കൊടുത്തു. രണ്ടാമത്തെ ഘട്ടത്തിലാണ്. അങ്ങനെ 63 ഘട്ടം 2 പ്രാവശ്യം ചെയ്തു. അപ്പോൾ 124 പേർക്ക് ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? പിന്നെ ഞങ്ങൾ 20 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ നമുക്ക് മെറ്റീരിയൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. NGO-ക്കാർ. അപ്പം നമ്മൾ അവരോട് ചേർന്ന് ഇവർക്ക് കൊടുത്ത് ഇവർ നമുക്ക് തയ്ച്ചു കൊണ്ടുവന്ന് വരും. ഞാൻ ചങ്ങനാശ്ശേരി. ഇവിടെ അടുത്ത് ഇതിപ്പം പത്തനംതിട്ട ജില്ലയുടെ ഇവിടുത്തെ ഓഫീസ് എവിടെയാണ്? പ്രധാനമായിട്ട് ഓഫീസ് ഇത് ഞങ്ങളുടെ പ്രൊവിൻസ് ദേവമാതാ പ്രൊവിൻസിൻ്റെയാണ്. എന്തൊക്കെയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2014 സ്റ്റാർട്ട് ചെയ്യുന്നത്. 4-5 എക്സ്പീരിയൻസ് വന്മാർ കൂടിയാണ് ഫോം ചെയ്തത്. മുൻ സർവീസുകാർ മാത്രമല്ല, അല്ല എല്ലാവരും. നമ്മൾ ഫോം ചെയ്തപ്പോൾ ഒരു 4-5 എക്സ് സർവീസുമാരായിരുന്നു ചെയ്യാൻ കാരണം. ഏറ്റവും വലിയ കാരണം ഈ അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഏതെല്ലാം രീതിയിൽ സഹായിക്കാൻ പറ്റുമോ സഹായിക്കാൻ തുടങ്ങി. ഒരുപാട് പേരെ ചികിത്സാ സഹായം കൊടുക്കുക എന്നുള്ളതാണ്. വിപുലീകരിച്ച് പിന്നെ ഹോസ്പിറ്റലിൽ ഭക്ഷണം വീട് വെച്ചു കൊടുക്കുന്നത്, ഫ്രീ ആയിട്ട് ആംബുലൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളായിട്ട് ഇപ്പം ഞങ്ങൾ ആയിട്ട് സഹകരിച്ചുകൊണ്ട് വളരെ ചെയ്തു പോകും. പെൺകുട്ടികളോ ഒരുപാട് ചാരിറ്റിയുള്ള സൊസൈറ്റി 68 ഫോൺ നമ്പർ 90485642 04829 263630. ഒരുപാട് ചാരിറ്റബിൾ സൊസൈറ്റി. 7 വർഷം കഴിഞ്ഞ് 8ാമത്. എൻ്റെ പേര് KK ജോസ് പ്രകാശ്. പഞ്ചായത്ത് ഓഫീസിൽ സ്വന്തം ബിൽഡിംഗ് അല്ല, വാടകയ്ക്കാണ്. വാടകയ്ക്ക് തന്നെ ലീസിനെടുത്തിട്ടുണ്ട്. പുതിയ പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൃത്തസ്ഥാനത്തിനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പണി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഇന്നലെ ഒരു വീടിന്റെ താക്കോൽദാനം നടത്തി. 6ാമത്തെ വീട്, 6 വീട് വെച്ച് കൊടുത്തു. ഗവൺമെന്റ് ഫണ്ടാണ്? ഗവൺമെന്റ് ഫണ്ടൊന്നും ആയത് ശുഭർശകൾ സഹായിക്കാം. ഞാൻ ക്യാപ്റ്റനായിരുന്നു. നല്ല ചെയ്യുന്നത്. കാരണം നദി സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും അത്യാവശ്യ ഘടകമാണ്. കാരണം ഇന്ന് ഒന്ന് കുടിവെള്ളം കിട്ടാക്കനിയായിരിക്കുകയാണ്. അപ്പം പ്ലാസ്റ്റിക്കുകളും മറ്റു മാലിന്യങ്ങളും വലിച്ചെറിയുക, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നദിയെ സംരക്ഷിക്കാത്തത് കൊണ്ട് ഒഴുക്ക് നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം നദിയെ സംരക്ഷിക്കുക എന്നുള്ള ആനന്ദകുമാർ സാറിന്റെ നീക്കം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷകരമായ ആത്മാർത്ഥം.
സൊസൈറ്റിയിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുമല്ലോ. ജലനിധിയിലും അതുപോലെ ജൽജീവൻ മിഷൻ, വാട്ടർ കൺസർവേഷൻ മേഖലയിൽ സാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായിട്ട് അറിയുന്നു. സാറിൻ്റെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളൂ? ഞാൻ ബേസിക്കലി വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനീയറായിരുന്നു. റിട്ടയർ അപ്പോൾ അതുകൊണ്ട് വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട്, വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കുടിവെള്ള വിതരണമാണ്. കുടിവെള്ളം, ട്രീറ്റഡ് വാട്ടർ എല്ലാ വീടുകളിലും എല്ലാ ജനങ്ങൾക്കും എത്തിക്കുക എന്നുള്ള വാട്ടർ അതോറിറ്റിയുടെ പ്രോഗ്രാം. അപ്പോൾ അതിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ തത്തുല്യമായ ഒരു മേഖല എന്നുള്ളത് അന്ന് ജലനിധിയാണ്. ജലനിധി വ്യാപകമായിട്ട് കേരളത്തിലെ പഞ്ചായത്തുകളിൽ നടപ്പാക്കാനുള്ള സംവിധാനങ്ങളുമായിട്ട് 2000 മുതൽ നിലവിലുള്ള പ്രോജക്റ്റുകളുണ്ട് പല സ്റ്റേജുകളായിട്ട്. അപ്പോൾ അതിൽ ഇല്ല, കോഴിക്കോട് ഇപ്പം ഞാൻ സർവീസിൽ ആയിരുന്നു. ഞാൻ ശരിക്കും പിരിയുന്നത് അതിനുശേഷം 2004 ഫസ്റ്റ് ഫേസ് ജലനിധി കഴിഞ്ഞതിന് ശേഷമുള്ള സ്കെയിൽഡ് അപ്പ് പ്രോജക്റ്റ്. കാരണം വേൾഡ് ബാങ്കിൻ്റെ ഒരു ബാലൻസ് എമൗണ്ട് കിടന്നു, ഒരു 450 കോടിയോളം രൂപ കിടന്നത് ചിലവാക്കാൻ വേണ്ടിയിട്ട് സ്കെയിൽഡ് അപ്പ് പ്രോജക്റ്റ്, പൈലറ്റ് പ്രോജക്റ്റായിട്ട് ഓരോ ജില്ലകളിലും 2 പഞ്ചായത്തുകൾ വീതം സെലക്ട് ചെയ്യും. അങ്ങനെ സ്കെയിൽഡ് അപ്പ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കടുത്തുരുത്തി പഞ്ചായത്തും തെടനാട് പഞ്ചായത്തുമാണെന്ന് കോട്ടയം ജില്ലയിൽ. അപ്പോൾ കടുത്തുരുത്തി പഞ്ചായത്തിൽ ഒരു സപ്പോർട്ടിംഗ് ഓർഗനൈസേഷൻ PSWS, പാലാ സോഷ്യൽ വെൽഫെയർ. അപ്പോൾ അവരുടെ പ്രോജക്റ്റ് എഞ്ചിനീയറായിട്ടാണ്. ജലനിധി പ്രോജക്റ്റ് പക്ഷേ ഇതുവരെ വെള്ളത്തിൽ വെള്ളം വന്നിട്ടില്ല. അല്ല, അത് ചില കാര്യങ്ങൾ മുൻകൂട്ടി നമ്മൾ ഒരു ധാരണപ്രസവമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജലനിധി പ്രോജക്റ്റ് ചെറിയ ചെറിയ മിനി പ്രോജക്റ്റുകളാണ്. അതിന് വ്യാപകമായ ഒരു രീതി ഡെവലപ്പ് ചെയ്ത് ചില സ്ഥലങ്ങളിൽ സോഴ്സില്ല, അല്ലെങ്കിൽ ഉപ്പുവെള്ളം കയറുന്ന മേഖലകളിൽ ജലനിധി നടപ്പാക്കാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെയിൻ സോഴ്സ് അവിടെ നിന്ന് ഈലെടുക്കും. അപ്പോൾ കിലോമീറ്ററുകളോളം പൈപ്പ് ലൈൻ ഇടണം. അതിൻ്റെ മറ്റ് എല്ലാ കോമ്പണൻസ്, ഇൻഫ്രാസ്ട്രക്ചർ കോമ്പണൻസ് എല്ലാം വേണം. ട്രീറ്റഡ് വാട്ടർ കൊടുക്കണമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വേണം, സോഴ്സ് ഡെവലപ്മെൻറ്റ് വേണം, പൈപ്പ് ലൈൻ വേണം, പമ്പിങ് മെയിൻ വേണം, ട്രാൻസ്മിഷൻ മെയിൻ വേണം, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് വേണം. കാര്യങ്ങൾ വരുമ്പോൾ മേജർ പദ്ധതികളായി വരും. അപ്പോൾ അതൊരു സിംഗിൾ പഞ്ചായത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചെറിയ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടോ നടക്കാതെ വരുമ്പോൾ 2 or 3 പഞ്ചായത്തുകൾ ക്ലബ് ചെയ്തിട്ട് കോംപ്രിഹെൻസീവ് സ്കീമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പലയിടത്തും പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ശ്രമം നടത്തിയാലും, അത് KW അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, എന്തെല്ലാം ശ്രമം നടത്തി കഴിഞ്ഞാലും അതിന് സാങ്കേതികമായ ചില താമസങ്ങളുണ്ട്. ആ താമസങ്ങൾ വിതരണ രംഗത്ത് കൃത്യമായിട്ട് നടപ്പാക്കാൻ. അതല്ലാതെ കക്കാട് പദ്ധതി അത് എത്ര നാളെ എടുക്കും? കുറവിലങ്ങാട് കക്കാട് പദ്ധതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീബിൽഡ് കേരളയിൽ പെടുത്തിക്കൊണ്ട് അഡീഷണൽ ആയിട്ട് ഫണ്ട് രൂപീകരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയാണ്. കക്കാട് പദ്ധതി ഉദ്ദേശിക്കുന്നതെന്ന് നിലവിൽ പിറവം മേഖലയിൽ വെള്ളം സപ്ലൈ ചെയ്തിരിക്കുന്ന KW പമ്പ് ഹൗസ് ഒക്കെ ഇരിക്കുന്ന ഹെഡ് വർക്ക്സാണ് കക്കാട്. അവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് കുറവിലങ്ങാട്ടേക്ക് കൊടുക്കുക. ഇതാണ് MVIPയുടെ വേറെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടിവെള്ള പദ്ധതി MVIP അല്ല, അത് ഇറിഗേഷൻ പ്രോജക്റ്റ്. അപ്പം നമ്മളെ സംഭരണം എന്ന് പറയുന്നത് കുറവിലങ്ങാട് പഞ്ചായത്ത് കുറച്ചും മാറിക്കിടക്കുന്ന സ്ഥലമാകുന്നുണ്ട്. അങ്ങോട്ട് സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയൊരു നല്ല സിസ്റ്റം തന്നെ വേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ഫണ്ടില്ലാതെ വന്നപ്പോൾ ജലനിധിയിലോ ജൽജീവൻ മിഷനിലോ ഫണ്ട് എത്തിയതാന്ന് ഇപ്പോൾ റീബിൽഡ് കേരളപ്പെടുത്തി കുറച്ച് ഭാഗം അങ്ങനെ ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പോർഷൻ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പല ഭാഗങ്ങളും വിതരണ ശൃംഖലയല്ല ഈ പറയുന്ന ജൽജീവൻ മിഷൻ ഭാഗം. അതുകൊണ്ടാണ് അതിൻ്റേതായ സാങ്കേതികമായ പ്രശ്നങ്ങൾ. ഇനിയിപ്പോൾ ജലജീവൻ മിഷൻ്റെ ഒരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ജലജീവൻ മിഷൻ നല്ല പദ്ധതിയാണ്, എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കുക. പക്ഷേ വെള്ളം സപ്ലൈ ചെയ്യാൻ മാത്രം വെള്ളം കിട്ടിയാൽ ഞാനതാണ് പറഞ്ഞത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 50%-ലേറെ, ഏതാണ്ട് 63% ഓൾറെഡി എല്ലാ മേഖലകളിലും വെള്ളം എത്തുന്നുണ്ട്, KW കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് റെഗുലറല്ല, അതിൻ്റെ സാങ്കേതിക പ്രശ്നം. അങ്ങനെ ഇരിക്കെ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അതുമായിട്ട് ക്ലബ് ചെയ്തല്ലാതെ വേറൊരു പദ്ധതിയില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് എന്താണ്? 5 വർഷത്തിനകം ജൽജീവൻ മിഷൻ എല്ലാ പഞ്ചായത്തുകളും നടപ്പിലാക്കും. 19 മുതൽ 24 വരെയുള്ള പീരീഡേ അതിന് കിട്ടൂ. അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് തരത്തില്ല. 50% പൈസ കേന്ദ്ര ഗവൺമെൻറ് തരിക, 50% പൈസ നമ്മൾ കണ്ടെത്തുക. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ 5 വർഷത്തെ ആ ഒരു പീരീഡ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നടക്കില്ല. മറ്റ് സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ലൊക്കേഷൻ, ഒരു ടൗൺ സിറ്റി, അവിടെ ഒരു ബോർവെല്ലെടുത്ത് ഒരു ടാങ്ക് കെട്ടി ഡിസ്ട്രിബ്യൂഷൻ തീർന്നു. ഇവിടെ അത് പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ആ പ്ലാനിങ്ങിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത്
പ്രാവർത്തികമല്ല വരിക. രണ്ടാമതൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ 50% പൈസ കിട്ടിയെങ്കിൽ ബാക്കി 50% ഇവിടെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നടക്കുന്നത്. കാരണം ഇവിടെ വെൽ ട്രീറ്റഡ് വാട്ടറാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. അതിൻ്റെ ആ സ്റ്റാൻഡേർഡിന് താഴെ പോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും വേണ്ടി ആ ഇൻഫ്രാസ്ട്രക്ചറുകളെല്ലാം ഡെവലപ്പ് ചെയ്യുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി. ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 15% ലോക്കൽ ബോഡി കൊടുക്കണം, 10% കൺസ്യൂമേഴ്സ് നടക്കുന്ന കാര്യം. കോടിക്കണക്കിന് രൂപയുടെ 10% പ്രാക്ടിക്കലായിട്ട് വരുന്നതെന്ന് വെച്ചാൽ 50% 50% സ്റ്റേറ്റ്. അത് വേറൊരു. അപ്പോൾ ഞാനിത് തീർക്കാം. കാരണം അതുകൊണ്ട് തന്നെ ഈ 50% എന്ന് പറയുന്നത് 50% ഫണ്ട് കണ്ടെത്താൻ സ്റ്റേറ്റ് ഗവൺമെൻറ് കഴിയുന്നില്ല. ഇപ്പം തന്നെ ഏതാണ്ട് 20,000 കോടി രൂപയോടത്തോളം ഡ്യൂ ആയിട്ട് കിടക്കുകയാണ് ജൽജീവൻ മിഷൻ്റെ പേയ്മെൻറ്റുകൾ. അതിൻ്റെ 30% അടയ്ക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിന് ഫണ്ട് വേണം. അങ്ങനെ ഫണ്ട് ഇടാൻ കഴിയാത്തതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് വരുന്നില്ല. ടോട്ടലി ജൽജീവൻ മിഷൻ ഐഡിയലായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷത്തേക്ക് നടക്കും. ഇതാണ് ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം, അതിനകത്ത് സപ്പോർട്ടിങ് ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ശാക്തീകരണ പരിപാടികളും സാമൂഹ്യ സംവിധാനങ്ങൾ ഇണക്കാനാണ് NGOകളെ ഏൽപ്പിച്ചത്. NGOകൾ ചെയ്ത പണികൾ ഇപ്പോൾ ജവഹറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, 16,77,850 രൂപ കിട്ടാൻ കിടക്കുകയാണ്. അപ്പം ഞങ്ങൾ ചെയ്ത 53% പണികൾ മാത്രം ചെയ്തെടുത്ത് 53% പണികൾ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അപ്പം തന്നെ ഇത്രയായി കഴിഞ്ഞു. 18 മാസത്തെ വർക്കിൽ ഇത്രയും ഡ്യൂസായിട്ട് നമുക്ക് കിടക്കുമ്പോൾ എങ്ങനെ നമുക്ക് അടുത്ത പരിപാടി പറ്റും? അതുകൊണ്ട് ജൽജീവൻ മിഷൻ്റെ ISA പ്രോഗ്രാമും അതിൻ്റേതായ താളപ്പിഴകളും ഒക്കെ ആയിട്ട് ഇപ്പം നിലനിൽക്കുകയാണ്. സാറ് ചോദിച്ച് ജപ്പാൻ കുടിവെള്ള പദ്ധതി. അതിൻ്റെ കേരളത്തിലെ 5 പ്രോജക്റ്റുകളാണ് ജപ്പാൻ കൺസോർഷ്യം. അതൊരു ബാങ്കാണ്, ജപ്പാൻ്റെ ഒരു ബാങ്കാണ്, ഒരു പ്രൈവറ്റ് കൺസോർഷ്യമാണ്. അവർ ഫണ്ടിങ് ഏജൻസി ആയിട്ട് വരികയും കേരള ഗവൺമെൻറ് പണ്ട് LICന്ന് കടം കൊടുക്കുമായിരുന്നു, വേൾഡ് ബാങ്കിൽ നിന്ന് കിട്ടുന്ന കടം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പോലെ തന്നെ കൺസോർഷ്യത്തിൻ്റെ ലോണായിട്ട് തന്നെയാണ് അതിൻ്റെ ഫണ്ട് മേടിച്ചത്. അതിൽ നിന്ന് ഇപ്പോൾ 5 പ്രോജക്റ്റുകൾ കേരളത്തിൽ നടപ്പാക്കി. ഏറ്റവും ആദ്യം നടപ്പിലാക്കിയത് ചേർത്തല പ്രോജക്റ്റ്, ചേർത്തല താലൂക്കിലേക്ക്. അത് കംപ്ലീറ്റ് ആയിട്ടും തീർന്നു. പക്ഷേ ഉദ്ദേശിച്ച കണക്ഷൻ 57,000 കണക്ഷനാണ് 24,000 കണക്ഷൻ ആയിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ KW കണക്ഷൻ അവിടെ സർവൈവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും കണക്ഷൻ ഏതാണ്ട് ആയിക്കഴിഞ്ഞു താലൂക്കിൽ. അപ്പോൾ ഈ 57,000 കണക്ഷൻ എന്ന് പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തതുകൊണ്ട് റവന്യൂ എന്ന് പറയുന്നത് ഉദ്ദേശിച്ച റവന്യൂ തിരിച്ചു കിട്ടിയിട്ടില്ല. പക്ഷേ ഗവൺമെൻറ് ഈ പൈസ അടയ്ക്കണ്ടേ, അതിൻ്റെ പലിശ ഇത് അടയ്ക്കണ്ടേ, അതിങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 5 പ്രോജക്റ്റിൽ ശരിക്കും വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റ് കോഴിക്കോടുണ്ട്, തിരുവനന്തപുരമുണ്ട്, കൊല്ലമുണ്ട്, ചേർത്തല താലൂക്ക്. ഇതിൽ ചേർത്തല മാത്രമാണ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് അച്ചീവ് ചെയ്തത്. ഞാൻ ആ പ്രോജക്റ്റിൽ പ്രോജക്റ്റ് എഞ്ചിനീയർ ആയിരുന്നുകൊണ്ടാണ് ആ കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം. സാർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന NGOകൾക്ക് സൗജന്യമായിട്ട് സർവീസ് ചെയ്യാൻ സൗജന്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പാഷനാണ് കുടിവെള്ള വിതരണം. കാരണം എന്താ വെച്ചാൽ ഞാൻ കയറിയപ്പം മുതൽ അല്ലെങ്കിൽ ഞാൻ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായി. അതിന് മുമ്പുള്ള കാലഘട്ടം ഓഫീസ് വർക്കായിരുന്നു. പക്ഷേ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് ആദ്യം ചാർജ് എടുക്കുന്നത് കുമരകം തിരുവാർപ്പ് ഏരിയയിൽ ചാർജായിരുന്നു. അന്ന് അവിടെ എങ്ങും. അതുകൊണ്ട് രാത്രിയും പകലും മുഴുവൻ മെനക്കെട്ട് ആളുകളുടെ ഈ ദുരിതവും വിഷമങ്ങളും ഒരുപാട് കണ്ടതുകൊണ്ട് എനിക്ക് അതിനോടൊരു അപ്പോൾ അതുകൊണ്ട് അതൊരു പാഷനായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. എനിക്ക് താല്പര്യം കൂടുതലും ആ മേഖലയിൽ വരും. അല്ല സാറിന് എങ്ങനെ ഉപദേശങ്ങൾ കൊടുക്കാൻ പറ്റുമോ? പിന്നെന്താണ്, നമ്മൾ ഇപ്പോൾ ഇത്രയും കാലം ഞാനും പറഞ്ഞു, ഞാനിപ്പോൾ സർവീസിൽ നിന്ന് പിരിഞ്ഞിട്ട് 20 വർഷമായി. എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ കോട്ടയമല്ല, ഇപ്പോൾ തലയോലപ്പറമ്പ്. കോട്ടയമായിരുന്നു എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇപ്പോൾ തലയോലപ്പറമ്പിലാണ് ഇപ്പോൾ ഞാൻ താമസിച്ചത്. ഞാൻ ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ മേഖലയിൽ തന്നെ പല പ്രോജക്റ്റ്, ഇപ്പോൾ ഞാൻ ഈ വേൾഡ് ബാങ്ക് പ്രോജക്റ്റ്, കോഴിക്കോട് വേൾഡ് ബാങ്ക് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ചേർത്തല വേൾഡ് ബാങ്ക് പ്രോജക്റ്റ് ഉണ്ടായി, ജപ്പാൻ പ്രോജക്റ്റ് വേൾഡ് ബാങ്ക് പ്രോജക്റ്റിൻ്റെ 7 പ്രോജക്റ്റുകൾ കംപ്ലീറ്റ്. സാറിൻ്റെ എക്സ്പെർട്ടൈസ് NGO മേഖലയൊക്കെ ഒരു താങ്ങാണ്. ഇത്രയും എക്സ്പീരിയൻസ് കിട്ടാൻ ടെക്നിക്കലി ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളതാണ് കാരണം എൻ്റെ സർവീസിന് ആധാ ചെയ്തിട്ടുള്ളത്. സാറിൻ്റെ ഫോൺ നമ്പർ എന്ന് പറയാനും പിന്നെന്താ 9447910357. കുമാർ. താങ്ക് യു സാർ. സേവാനികേതന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാം. സേവാനികേതൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും
ഞങ്ങളുടെ ത്രിഹൃദയ സന്യാസിനി സിസ്റ്റേഴ്സിന്റെ ഒരു സാമൂഹ്യ പ്രവർത്തന സ്ഥാപനമാണ് ചങ്ങനാശ്ശേരി SH സിസ്റ്റേഴ്സിന്റെ ചങ്ങനാശ്ശേരി ഏരിയയുടെ സാമൂഹ്യ പ്രവർത്തന സ്ഥാപനമാണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ചൈൽഡ് സ്പോൺസർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, പിന്നെ SHG സ്ത്രീകളുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇതുവഴിയൊക്കെ ആയിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്, മത്സരങ്ങളായിട്ടും പരിപാടികളായിട്ടും ഒക്കെ ആയിട്ട്. ഈ പരിപാടി തന്നെ പ്ലാൻ ചെയ്ത് ആദ്യം ഞങ്ങൾ വന്നാണ് ഇത് പ്ലാൻ ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് കണ്ട് നല്ലതാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് NGO കോൺഫെഡറേഷനെ അറിയിക്കുന്നത്. പിന്നെ കൂടാതെ ഹ്യൂമൻ റൈറ്റ്സ് പാവപ്പെട്ടവർ ഒരുപാട് സഹായിക്കുന്നു, വീട്ടിലാത്തവർക്ക്, ഹോസ്പിറ്റലിൽ പോകേണ്ടവർക്ക്. പിന്നെ പ്രധാനമായിട്ടും വേറെന്നുള്ളത് വിമൻ എംപവർമെന്റ്. പല രീതിയിലും ഈ സ്ത്രീകളെ എംപവർ ചെയ്യുക, അതിനുള്ള പല പല മീൻസ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മേജറായിട്ട്. 5 ഫോക്കസ് ഏരിയ ആണ്: ചൈൽഡ് ഡെവലപ്മെന്റ്, വിമൻ എംപവർമെന്റ്, ഫാമിലി എംപവർമെന്റ്, നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റ്, ഹ്യൂമൻ റൈറ്റ്സ്. ഗവൺമെന്റ് ഉണ്ടോ ചങ്ങനാശ്ശേരി ഓഫീസിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? സ്ത്രീകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിസിറ്റുകൾ നടത്തുക, മത്സരങ്ങൾ നടത്തുമ്പോൾ അവർക്ക് അതിനെ പറ്റിയൊരു അവബോധം വരും, അവർ ചിന്തിക്കും. പിന്നെ പറ്റുന്നിടത്തോളം പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പം തന്നെ ഇന്ന് പേർക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഭക്ഷണം അറേഞ്ച് ചെയ്തൊരു ക്ലാസ് സംഘടിപ്പിക്കാതെ ഇത് നമുക്ക് സ്റ്റീൽ ക്ലാസ് അതിനുവേണ്ടി തന്നെ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. ടൈംലെസ്സിനാ വന്നത് എങ്കിലും റിസ്ക് എടുത്ത് അപ്പൊ അതിനുവേണ്ടി എത്ര റിസ്ക് എടുത്ത് നമ്മൾ ചെയ്യുന്നത് കഴിയുന്നിടത്തോളം പ്ലാസ്റ്റിക് ഫ്രീ ആക്കാനായിട്ടുള്ള. ഈ നദി മണിമലയാർ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നു. നമുക്ക് ഇനിയിപ്പം ചെയ്യാമല്ലോ. മണിമലയാറ്റിലെ സ്കൂളിൽ പഠിക്കും, മണിമലയാറ്റിൽ ഇറങ്ങി പാത്രം പാത്രം കഴുകി കയറിപ്പോണ്ട് നേരത്തോടെ സ്കൂളിലാണ് പഠിച്ചുണ്ട്. ഇനിയിപ്പം ഇന്ന് നോക്കത്ത് നദീ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ നമുക്ക് ഈ മഴ വരുന്നു, ഇനിയിപ്പോ അതുകൊണ്ട് എപ്പോഴാണെന്ന് അറിയത്തില്ല. എന്റെ വീട് ഞാൻ ഇവിടെ അടുത്താണ് ജനിച്ചു വളർന്നത്. ഇപ്പം ഞാൻ നിറങ്ങുന്നപ്പാ വീട് മണിമലയാറിന്റെ തീരത്ത് ജനിച്ച ആളാണ്. ഫോൺ നമ്പർ ഒന്ന് പറയാമോ? 97 45 17 42 57. സന്നദ്ധ സംഘടനകൾക്ക് ഒരു സന്ദേശം നൽകാൻ പറ്റും? തീർച്ചയായിട്ടും സന്നദ്ധ സംഘടനകള് ഒത്തൊരുമിച്ച് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഓരോ സന്നദ്ധ സംഘടനകളും എൻ്റെ സ്വന്തം രാജ്യം, സ്വന്തം ഏരിയ അങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്കൊരു കണക്ഷൻ ഇല്ല. ഇപ്പൊ നമ്മൾ നാഷണൽ NGO കോൺഫെഡറേഷൻ വഴിയായിട്ട് കുറേയൊക്കെ നമുക്ക് അങ്ങനെ നെറ്റ്വർക്ക് ആയിട്ടുണ്ട്. എങ്കിലും അവിടെയും ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ട് പലരും കണക്ട് ചെയ്ത് ഇപ്പൊ ഞങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അങ്ങോട്ട് കണക്ട് ചെയ്യുക, അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യണം. അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് നമ്മൾ അങ്ങോട്ട് കണക്ട് ചെയ്യാം. ആ നെറ്റ്വർക്ക് ശരിക്കും ഉണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് വന്നിട്ട് പോകാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഗവൺമെന്റിനെ ചെയ്യുന്നതിന്റെ 10 ഇരട്ടി നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളാണ് ശരിക്കും ചെയ്യുന്നത്. സന്നദ്ധ സംഘടനകളാണ് ശരിക്കും കേരളത്തിലെ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നത്, ഇന്ത്യയിലും. പക്ഷെങ്കിൽ നമ്മുടെ ഒരു അൺഹെൽത്തി കോമ്പറ്റീഷനും പരസ്പരം അറിയാൻ വരാതെ നമ്മൾ ചെയ്യുന്നത് മാത്രം എന്നുള്ള ശരിക്കും അവനവനെ സെൽഫ് എസ്റ്റീം തന്നെയാണ്. പക്ഷെ അത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു പുതിയ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രോജക്റ്റുകൾ ഫോറിൻ ഫണ്ട് ഒന്നും കിട്ടുന്നില്ല. ഞങ്ങളുടെയൊക്കെ സിസ്റ്റേഴ്സിന്റെ ഒക്കെ എന്താ കാശ് ഫാസ്റ്റിംഗ് ഒക്കെ നിൽക്കുന്നു, ഉപവാസം പ്രാർത്ഥനയുടെ ഒക്കെ ഫാസ്റ്റിങ്ങിലൂടെ മാറ്റി വയ്ക്കുന്ന കാശ് ഉപയോഗിച്ചാണ്. അല്ലാതെ നമുക്ക് വേറെ ഫണ്ടൊന്നും കിട്ടുന്നില്ല. പിന്നെ ഈ സ്പോൺസർഷിപ്പ് മാത്രം ഒരു വർഷം 5000 രൂപ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ കുട്ടികൾക്കും സ്പോൺസേഴ്സ് ഇല്ല. ഗവൺമെന്റ് ഫണ്ട് ഊർജ്ജകരൻ്റെത് ഒരു വർഷം 10-20,000 രൂപ കിട്ടും. അതായത് ഊർജ്ജകരൻ EMCയുടെ അതേ ഉള്ളൂ. കാരണം നമുക്ക് കിട്ടും. സെൻട്രൽ ഗവൺമെന്റ് ഒന്നുമില്ല. FCR ഇല്ല, ഇല്ല. FCR ഉള്ളതല്ല അവർ ക്യാൻസൽ ആക്കാൻ പറ്റും. നമ്മളെന്നെ വെറുതെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ സന്തോഷം. വലിയൊരു കാര്യം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോ തുള്ളി വെള്ളം പാഴാണ് സംരക്ഷിക്കുന്നതിനാണ് ഇവരാണ് തിരിച്ചറിയുന്നത്. ഇതിനേക്കാൾ കൂടുതലായി ആവശ്യമായി മാറുന്നു. വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്കൂളിലെ വർക്ക് ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ സംഘടനയാണ് വിനയുടെ റിസോഴ്സ് എന്നാണ്. പേര് ഞാൻ സതീനാണ്. ആത്മഗിരി ആസ്ഥാനം ജില്ലാ റിസോഴ്സ് പേഴ്സണാണ്. നമ്പര് 79 34 820 99.